أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. നൂറുൽ ഈളാഹ് പഠനം. തയമ്മുമിനെ കുറിച്ചായിരുന്നു ചർച്ച. ആ തയമ്മും സ്വഹീഹാകാൻ 8 ഷർത്തുകളുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അതിൽ ഒരു ഷർത്ത് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ഇന്ന് പറയുന്നത് രണ്ടാമത്തെ ഷർത്താണ്. രണ്ടാമത്തെ ഷർത്ത് അൽ ഉദുറുൽ മുബീഹു ലിത്തയമ്മുമി. തയമ്മുമിന്റെ ഷർത്തുകൾ രണ്ടാമത്തത് അൽ ഉദുറുൽ മുബീഹു ലിത്തയമ്മുമി. തയമ്മുമിനെ അനുവദനീയമാക്കുന്ന കാരണങ്ങൾ ഉണ്ടാകുക. ഒരു ഉദാഹരണം പറയാണ്. കബുഅദിഹി മീലൻ അൻ മാഇൻ. ഈ വ്യക്തി വെള്ളമുള്ള സ്ഥലത്തിൽ നിന്നും 1 മൈല് അകലെയാകുക. ഇവൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും വെള്ളം കിട്ടാൻ 1 മൈൽ അപ്പുറത്തേക്ക് പോയാലേ വെള്ളം കിട്ടുള്ളൂ. അങ്ങനെ 1 മൈൽ അപ്പുറത്താകുക, അത്രയും അകലത്തിലാകുക ഇവൻ. അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യും? പിന്നെ ഇത് തയമ്മും അനുവദനീയമാക്കുന്ന കാര്യമാണ്. മൈല് ഇത് ഏകദേശം 4000 മുഴത്തിനോട് തുല്യമാണ്. 1 മൈല് പറഞ്ഞാൽ 4000 മുഴം, അഥവാ 1866.24 മീറ്റർ. ഇതാണ് 1 മൈല്. 1 മൈല് പറഞ്ഞാൽ ഇത് മുഅ്ജമു ലൂഗത്തുൽ ഫുഖഹായില് ഈ മൈലിനെ പരിചയപ്പെടുത്തുന്നിടത്ത് മീലിനെ പരിചയപ്പെടുത്തുന്നിടത്ത് കാണാം. ഇനി അത് കാലടി വെച്ച് നടന്നു നോക്കുകയാണെങ്കിലോ 1/2 മണിക്കൂർ നടക്കാനുള്ള സമയം. എന്തൊക്കെയാണ് കാണുന്നത്? അല്ലാഹു അഅലം. അപ്പോ 1 മീല്. അറബികളെ കലാമിൽ മീല് എന്ന് പറഞ്ഞാല് മുൻതഹ മദ്ദുൽ ബസരി, കാഴ്ച അവസാനിക്കുന്ന, നോക്കിയാ കാണുന്ന ദൂരം. ഇതാണ് അറബികളെ കലാമിൽ മീല് കൊണ്ട് ഉദ്ദേശം. പിന്നെ എന്നിട്ട് പറയാണ് ഇംദാദുൽ ഫത്താഹില് വൽ മുറാദു ഹുനാ സുലുസുൽ ഫർസഖി. 1 ഫർസഖിന്റെ 3/1 ഭാഗം. 1 ഫർസഖ് എന്നാൽ എത്രയാണ്? 3 മൈല് കൂടുമ്പോഴാണ് 1 ഫർസഖ് ആകുക. അഥവാ 1200 മുഴം, 5598.75 മീറ്റർ. ഇതാണ് 1 ഫർസഖ്. ഈ 1 ഫർസഖിന്റെ 3/1 അപ്പൊ എത്ര ഉണ്ടാകും? സാധാരണയില് 1.5 മുഴം. 1.5 ദിറാഉൻ വനിസ്ഫുൻ ബിദിറാഇൽ ആമ. 1.5 മുഴം. ദിറാഉൽ ആമ എന്ന് പറഞ്ഞാൽ ഏകദേശം 46.656 സെന്റിമീറ്റർ ആണ്. ഏകദേശം അത് എന്തുണ്ടാകുക? ദിറാഉൽ ആമ ഉണ്ടാകുക. ആ ദിറാഉൽ ആമക്ക് 1.5 ദിറാ, അഥവാ 24 വിരലിന്റെ അളവ്. 24 വിരല്. 24 എന്നുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹി എന്നുള്ള അക്ഷരങ്ങളെ കണക്കാണ് 24. ആ 24 വിരലുകൾ കണക്ക്
അതാണ് ദിറാഉൽ ആമ്മ. പിന്നെ അപ്പൊ ഇവിടെ ചുരുക്കത്തിൽ മീലി എന്നുള്ള ആ കണക്ക് അതുണ്ടല്ലോ, അതാണ് മുഖ്താറായ അഭിപ്രായം. മുഖ്താർ മീല്, 1 മീല് എന്നാണ്, മീലൻ എന്നാണ് പറഞ്ഞത്, അതാണ് മുഖ്താർ. എന്നാ ഹനഫി മദ്ഹബിലെ ബഹുമാനപ്പെട്ട ഇമാം മുഹമ്മദ് റഹിമഹുല്ല അവരുടെ ഒരു റിവായത്തിൽ മീല് എന്നും മറ്റൊരു റിവായത്തിൽ മീലൈന് 2 മീലാണ്. ഇമാം അബു ഹനീഫയിൽ നിന്ന് ഹസൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് മൈലാനി അല്ലെങ്കിൽ മീലാനി എന്നാണ്. ഇങ്ങനെ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. മുഖ്താർ എന്തെന്നെയാണ്? മീലൻ എന്നുള്ളത് തന്നെയാണ് മുഖ്താർ ഉള്ളത്. അപ്പോ വെള്ളമുള്ള സ്ഥലത്തിൽ നിന്നും 1 മൈല് അപ്പുറമാകുക, അകലെയാകുക, ഇതൊരു കാരണം. വലൗഫിൽ മിസ്രി, അത് മിസ്റിലാണ്. മിസ്ർ പറഞ്ഞാല് അൽ ബലദുല്ലദി അളുമത്ത് ഫീഹിൽ ഇമാറത്തു വകാന ഫീഹി സുൽത്തത്തു ഖളാഇയ വസുൽത്തത്തു തൻഫീദിയ വഅസ്വാഖുൽ മുആമല. ഇങ്ങനെ അഥവാ വലിയ പട്ടണം എന്നർത്ഥത്തിന്. അൽ മദീനത്തുൽ കബീറ, വലിയ പട്ടണം. അപ്പൊ ഒരു വലിയ മിസ്ർ പട്ടണത്തിലാണെങ്കിലും ഇവന് എവിടെയാണ്? കാരണം എന്താ, അവിടേക്ക് എത്തിച്ചേരൽ പ്രയാസമാണ്. 1 മൈല് അപ്പുറത്താണ്, അകലെയാണ്, അവിടേക്ക് എത്തിച്ചേരൽ പ്രയാസമാണ്. അപ്പൊ അങ്ങനെ കൊണ്ട് അത് തയമ്മുമിന് ഉദറാണ്. അല്ലെങ്കിൽ വഹുസൂലി മറലിൻ, രോഗം ഉണ്ടാകുക, രോഗം ഉണ്ടാകുക. കാരണം ഈ വെള്ളം ഉപയോഗിച്ചാൽ ഒന്നിരിക്കൽ രോഗം കഠിനമാകും, അല്ലെങ്കിൽ ആ രോഗത്തിന്റെ ശമനത്തിന് താമസം ഉണ്ടാകും. അപ്പൊ രോഗം ഉണ്ടാകും. അല്ലെങ്കിൽ ബർദിൻ, തണുപ്പ്. ഏത് തണുപ്പ്? ഖാഫു മിൻഹു തലിഫ. അത് കാരണം ചില അവയവങ്ങൾക്ക് നാശം സംഭവിക്കുമോ എന്ന് ഭയപ്പെടും വിധത്തിലുള്ള തണുപ്പ്. അങ്ങനത്തെ തണുപ്പുണ്ടായാൽ, അല്ലെങ്കിലോ അവിൽ മറല, അല്ലെങ്കിൽ ആ തണുപ്പ് മുഖേന രോഗം ഭയപ്പെടും, രോഗം ഉണ്ടാകുമോ എന്ന് പേടി. അതുപോലെ വഖൗഫി, അതൊക്കെ ഉദാഹരണം കേട്ടോ. വഖൗഫി അദുവിൻ, ശത്രുവിനെ പേടിക്കുക. ശത്രു മനുഷ്യ വിഭാഗത്തിലെ ശത്രു ആകട്ടെ, അല്ല മറ്റു ജീവജാലങ്ങളിലെ ശത്രു, ഏത് ശത്രുവായാലും ശത്രുവിനെ പേടിക്കുക. അങ്ങനെ ഉണ്ടായാലും അതും കാരണം. അല്ലെങ്കിൽ ദാഹത്തെ ഭയപ്പെടുക. ഈ ഉള്ള വെള്ളം കൊണ്ട് ഉളു ചെയ്താൽ പിന്നെ കുടിക്കാൻ വെള്ളം ഉണ്ടാവില്ല, ദാഹിക്കും. അത് ഇവനക്ക് ദാഹിക്കട്ടെ, ഇനി അവന്റെ കൂട്ടുകാരനക്കുള്ള ദാഹം എങ്ങനെ ആവട്ടെ. അല്ലെങ്കിൽ മൃഗത്തിന് ദാഹിക്കും. അപ്പൊ ഇങ്ങനെ ദാഹിക്കുമെന്ന പേടി ഉണ്ട്, അവിടെയും തയമ്മുമ് പറ്റും. ഇതൊക്കെ കാരണം പറയാം. ബുഅദിഹി എന്ന് പറഞ്ഞ പോലെ. അല്ലെങ്കിലോ വഹ്തിയാജിൽ അജിനിൻ, ഇത് പിന്നെ മാവ് കുഴക്കാനൊക്കെ ആവശ്യമുള്ള വെള്ളമാണ്. ഇത് എടുത്താൽ പിന്നെ മാവ് കുഴക്കാനോ ഭക്ഷണം പാകം ചെയ്യാനോ കഴിയില്ല, എന്തെങ്കിലും ആ മാവ് കുഴക്കാൻ കഴിയില്ല. അപ്പൊ അങ്ങനെ കുഴക്കാനുള്ള മാവിന് ആവശ്യമുള്ളതാണ്. ലാലി ത്വബഹി മറത്തിൻ, കറി പാകം ചെയ്യാനുള്ളതല്ല. ഈ വെള്ളം ഉപയോഗിച്ചാൽ പിന്നെ കറി പാകം ചെയ്യാൻ പറ്റൂല. എന്നാണ് തയമ്മും പറ്റൂല. അവിടെ തയമ്മും ചെയ്യാതെ വുളു എടുക്കാൻ വേണ്ടത്. കറി പാകം ചെയ്യാന്നുള്ളത് എന്തല്ല, അതില്ലാതെയും ആവശ്യം പരിഹരിക്കാലോ. വരി ഫഖദി ആലത്തിൻ, അല്ലെങ്കിൽ വെള്ളമുണ്ട്, വെള്ളം എടുക്കാനുള്ള ഉപകരണങ്ങളില്ല, ബക്കറ്റും കയറില്ല, ഇങ്ങനെ ഉപകരണങ്ങളില്ലാത്തത് കൊണ്ട്
ഒക്കെ എന്താണ് ഇതുപോലുള്ള കാരണങ്ങൾ കൊണ്ട് തയമ്മും അനുവദനീയമാകുന്ന അവസ്ഥ ഉണ്ടാകുക. അവിടെ എന്ത് ചെയ്യാം? തയമ്മും ചെയ്യാം. അതുപോലെ ഖൗഫി ഫൗതി സ്വലാത്തി ജനാസത്തിൻ, ജനാസ നിസ്കാരം നഷ്ടപ്പെടുമെന്ന പേടി. ഇവിടെ വെള്ളം എടുത്ത് വുളൂ ചെയ്യാൻ നിന്നാല് അപ്പോൾ ജനാസ നിസ്കാരം നഷ്ടപ്പെടും. നേരെ മറിച്ച് തയമ്മും ചെയ്യുകയാണെങ്കിൽ ആ ജമാഅത്ത് നിസ്കാരം കിട്ടുകയും ചെയ്യും. മനസ്സിലായോ? അപ്പോ ജനാസ നിസ്കാരം നഷ്ടപ്പെടുമെന്ന പേടി. അല്ലെങ്കിൽ ഈദീൻ, അല്ലെങ്കിൽ പെരുന്നാൾ നിസ്കാരം നഷ്ടപ്പെടുമെന്ന പേടി. വുളൂ എടുക്കാൻ വേണ്ടി പെരുന്നാൾ നിസ്കാരം നഷ്ടപ്പെടും. പെട്ടെന്ന് തയമ്മും ചെയ്യുകയാണെങ്കിലോ ആ നിസ്കാരം ലഭ്യമാകും. ഇങ്ങനെ പെരുന്നാൾ നിസ്കാരം നഷ്ടപ്പെടുമെന്ന പേടി വന്നാൽ പിന്നെ എന്നാൽ വലൈസ മിനൽ ഉദിരി ഖൗഫുൽ ജുമുഅ, വലൈസ മിനൽ ഉദിരി ഖൗഫുൽ ജുമുഅ, ജുമുഅ നഷ്ടപ്പെടുമെന്ന ഭയം അത് കാരണത്തിൽപ്പെട്ടതല്ല. ഒരു വക്തി സമയം നഷ്ടപ്പെടുമെന്ന ഭയമോ ജുമുഅ നഷ്ടപ്പെടുമെന്നോ എന്നതോ അത് കാരണമായിട്ട് പരിഗണിക്കാൻ പറ്റൂല. വുളൂ എടുക്കാൻ നിന്നാ ഒന്നിരിക്കെ ജുമുഅ നഷ്ടപ്പെടും, അല്ലെങ്കിൽ സമയം നഷ്ടപ്പെടും. ഇങ്ങനെ ഒരു ഭയം വന്നാൽ അതൊരു കാരണമായിട്ട് പരിഗണിക്കാൻ പറ്റൂല. ജുമുഅ നഷ്ടപ്പെടുക അല്ലെങ്കിൽ സമയം നഷ്ടപ്പെടുക ഇതൊന്നും കാരണമായി പരിഗണനീയം അല്ല. അപ്പോ രണ്ടാമത്തെ കാരണം പിന്നെ തയമ്മും അനുവദനീയമാകുന്ന കാരണങ്ങളുണ്ടാകുക എന്നുള്ളതാണ് രണ്ടാമത്തെ തയമ്മും സ്വഹീഹാകാനുള്ള ഷർത്ത്. ഇൻഷാ അല്ലാഹ് അടുത്ത ഷർത്ത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. മൂന്നാമത്തെ ഷർത്ത് അടുത്ത ക്ലാസ്സിൽ പറയാം. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.